നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായക ശക്തിയായി മാറാൻ ലക്ഷ്യമിട്ട് അമിത്ഷായുടെ 5 തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു. കേരള രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം പുതിയ പടയൊരുക്കം ആരംഭിക്കുകയാണ്. അതെ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീ പാർന്ന പോരാട്ടമായിരിക്കും നാം കാണാൻ പോകുന്നതെന്ന് ചുരുക്കം. അമിത്ഷായുടെ 5 കരുത്തുറ്റ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ ശൈലി വരെ ഹൈടെക് രീതിയിലേക്ക് മാറ്റുന്ന ഈ പദ്ധതികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് അമിത്ഷാ തന്നെയാണ്. ഇതിന്റെ ഭാഗമായി വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആവേശത്തിന്റെ പുതിയ തലത്തിലേക്ക് മാറും. താരപരിവേഷമുള്ള സ്ഥാനാർത്ഥികൾ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മൈക്രോ ബൂത്ത് മാനേജ്മെന്റ് എന്നിവയിലൂടെ LDF, UDF മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. നേരിട്ടുള്ള മേൽനോട്ടത്തിലൂടെയും കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പ്രമുഖരെയും യുവതലമുറയെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഹൈടെക് പോരാട്ടത്തിനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് അമിത്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ എല്ലാ ഘട്ടത്തിലും അമിത്ഷായുടെ മേൽനോട്ടമുണ്ടാകും. ജയസാധ്യതയുള്ള 50 സ്ഥാനാർത്ഥികളെ 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തണമെന്നതാണ് ആദ്യ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾ പ്രധാന മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടിക തയ്യാറാക്കി തുടങ്ങി. സ്ഥാനാർത്ഥികളായി താരപരിവേഷമുള്ളവരെ കണ്ടെത്തണമെന്നതാണ് അടുത്തത്. അവരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളുടെ ചുമതല നൽകിയുള്ള നേതാക്കളെ അതേ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായി നിർത്തണമെന്നതാണ് മറ്റൊന്ന്. നേതാക്കൾ ഇത്തരം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്തരം മണ്ഡലങ്ങളിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ ലഭിച്ചാൽ മാറ്റം വരുത്താവുന്നതാണെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രായപരിധി കഴിഞ്ഞ മുതിർന്ന നേതാക്കളെ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ചുമതല നൽകണമെന്നും ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും യുവതികൾക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും സീറ്റ് നൽകണം. ശബരിമല സ്വർണ്ണക്കൊള്ളയും ആചാര ലംഘനങ്ങളും വീടുകൾ തോറും കയറിയിറങ്ങി ശക്തമായി പ്രചരിപ്പിക്കണം എന്നതാണ് മറ്റൊന്ന്. പരമ്പരാഗത തെരഞ്ഞെടുപ്പ് രീതിയിൽ നിന്ന് മാറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും. സാംസ്കാരിക, സാമൂഹിക, സിനിമാ മേഖലകളിൽ സ്വാധീനമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥികളായി എത്തിക്കും. സാധാരണ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മോദി സർക്കാരിനോട് താല്പര്യമുള്ള നിഷ്പക്ഷരായ പ്രമുഖരെ മുൻകൂട്ടി കണ്ട് ചർച്ചകൾ നടത്താൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. ബി.ജെ.പി. ഭരണത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കണമെന്നും പാർട്ടി പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഹൈടെക് രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ സജീവമാക്കാനുമെല്ലാം ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേരയിൽ പോലുള്ള പദ്ധതികൾക്ക് പകരമായി കേന്ദ്രം വിഭാവന ചെയ്യുന്ന ബദൽ ഗതാഗത സൗകര്യങ്ങളെയും വന്ദേ ഭാരത് പോലുള്ള വിജയകരമായ പദ്ധതികളെ കുറിച്ചുമെല്ലാം യുവാക്കൾക്കിടയിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. യുവാക്കളുടെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുടെയും സേവനം പരമാവധി ഉപയോഗിക്കണം. പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രാദേശിക വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ, പാർട്ടിക്കെതിരായ വിമർശനങ്ങൾക്ക് പ്രതിരോധം തുടങ്ങിയവയിലും സംസ്ഥാന നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണെന്ന് ബി.ജെ.പി. തിരിച്ചറിയുന്നുണ്ട്. സഭാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുക, തീരദേശ മേഖലകളിലെ വികസനം മുരടിപ്പ് ചർച്ചയാക്കുക തുടങ്ങിയ നീക്കങ്ങളിലൂടെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. പ്രചാരണം വലിയ റാലികളിൽ മാത്രം ഒതുക്കാതെ ഓരോ വീട്ടിലുമുള്ള വോട്ടർമാരുടെ രാഷ്ട്രീയ ചായ്വ വിശകലനം ചെയ്യണം. ഓരോ ബൂത്തിലും നിശ്ചിത കുടുംബങ്ങളുടെ ചുമതല ഒരു പ്രവർത്തകന് നൽകുന്ന രീതി കൂടുതൽ ശാസ്ത്രീയമായി നടപ്പിലാക്കും. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് ബി.ജെ.പി. വോട്ട് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓരോ മണ്ഡലത്തിലും പ്രത്യേകമായി ഡിജിറ്റൽ വാർ റൂമുകൾ സജ്ജമാക്കും. സർക്കാരിന്റെ അഴിമതികളും വീഴ്ചകളും മിനിറ്റുകൾക്കുള്ളിൽ വോട്ടർമാരുടെ മൊബൈലിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഷോർട്ട് വീഡിയോ പ്രചാരണങ്ങൾക്ക് പ്രാധാന്യം നൽകും. വ്യാജ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ തത്സമയ സംവിധാനം ഒരുക്കും. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ടുള്ള അതിശക്തമായ തന്ത്രങ്ങളാണ് ബി.ജെ.പി. കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുമയും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും ഹൈടെക് പ്രചാരണ രീതികളും LDF, UDF മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാകും. ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങൾക്കൊപ്പം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കേന്ദ്ര വികസന പദ്ധതികൾ ചർച്ചയാക്കുന്നത് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിക്കും. താഴെത്തട്ടിലുള്ള മൈക്രോ മാനേജ്മെന്റിലൂടെയും ഡിജിറ്റൽ വാർ റൂമുകളിലൂടെയും ഓരോ വോട്ടറെയും നേരിട്ട് സ്വാധീനിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുന്നതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. തിരുവനന്തപുരം മോദിയെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. വൻ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്.